ഈശ്വര വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരണേ. നേരം മതി. ഓണപരിപാടിയൊക്കെ ആയിട്ട് ഉറിയടിയും വടംവലിയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണത്തല്ല, അടിച്ചടിച്ച് കിളി പോകുന്നവരെ. മന്ദാരം തുളസിരിപ്പിച്ച മാലകൾ ചർത്തി തിരുവോണത്തപ്പ നിന്നെ കാണി കാണണം പോലോ തര. എന്ത് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നേ. ഇതെവിടുന്നാ? വെള്ളരിക്ക നമ്മൾ മേടിച്ചില്ലല്ലോ. നീ വെള്ളരിക്ക മേടിച്ചില്ല, അതുകൊണ്ടാ കറക്കാൻ തിന്നപ്പോ ഞാൻ എടുത്തും കൊണ്ടില്ല. സെറ്റിക്കായി മരിക്കത്തില്ലായിരിക്കും, പക്ഷെ എന്റെ അപ്പൂപ്പൻ കുക്കർ പൊട്ടിത്തെറിച്ചാ മരിച്ചത്. പുള്ളിനെ പോലെ പാചകപ്രിയനായിരുന്നല്ലേ? പാചകമല്ലായിരുന്നു, വാറ്റായിരുന്നു. അപ്പൂപ്പൻ ഈ വീടിന്റെ ചായപ്പല് കുടത്തി വാറ്റിക്കൊണ്ടിരുന്ന ആളാ. അപ്ഡേറ്റ് ആവാൻ വേണ്ടി ഈ പ്രഷർ കുക്കറിനകത്തിട്ട് വാറ്റി. അതിനകത്ത് ഈ ബാറ്ററി മാക്രി എല്ലാം കൊണ്ടിട്ട് ഈ മാക്രി ബന്ധം നോക്കാൻ വേണ്ടി വിസിൽ പൊക്കി ഒന്ന് നോക്കി. എന്നിട്ടെന്താ അവന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ 7 ബാറ്ററി ഉണ്ടാക്കി നടത്ത്. അല്ലെ ഒടിഞ്ഞു കുത്തിക്കണ്ട. എല്ലാരും ഒന്ന് ഉഷാറായിക്കേ, വാ തുടങ്ങാൻ പോവാണ് നമ്മള്. അതെ, കറിവേപ്പിലയുടെ അത്യാവശ്യം ഉണ്ട്. ലാസ്റ്റ് എടുത്ത് കളയാനുള്ള സാധനമല്ലേ. കറിവേപ്പിലുണ്ട്, ഒരു പണി നടക്കില്ല. അതിനൊരു ഫ്ലേവർ ഉണ്ട്, മനസ്സിലായി? അത് മാത്രമല്ല എനിക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണം. ഓക്കെ ഓക്കെ, കാര്യം കാര്യം. ഇവിടെ മണി ഒന്ന് നോക്കിയടാ, എണ്ണ കൂടെ. ഇനി കടുക് വറക്കാം. കടി എന്തിനാ കഴിയുന്നത്? ഇവിടെ വൃത്തിയില്ലാത്ത ഇതിനകത്തൊക്കെ എന്തൊക്കെ വിഷം ഉണ്ടാവും അറിയോ? ഷെഫ് പറഞ്ഞാ പിന്നെ അപ്പനില്ല കഴിക്കും. തേങ്ങാപ്പാലിൽ 1-ാം പാൽ 2-ാം പാൽ എന്ന് പറയത്തില്ലേ? അങ്ങനെ അയ്യോ, അതറിയത്തില്ലേ? എടാ, ആദ്യത്തെ മുറി തേങ്ങയുടെ പാലാണ് 1-ാം പാൽ, രണ്ടാമത്തെ മുറി തേങ്ങയുടെ പാല് 2-ാം പാൽ. സിമ്പിൾ. അപ്പൊ 3-ാം പാലും അത് ഈ പൊതിക്കാൻ അറിയാത്തവന്മാർ തേങ്ങ പൊതിക്കുമ്പോൾ 2-3 മുറിയൊക്കെ ആയി. ഇതിനകത്ത് എന്റെ കയ്യിൽ തന്നെ എത്തണമെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ഈ തേങ്ങ ചേരേണ്ട ഒരു നാക്കുണ്ട്. ഈ നമ്മൾ കുളിച്ചിട്ട് തല കൊടുത്തില്ലേ, അതുപോലെ ഇതിങ്ങനെ. ഇതെന്താണ് നടുക്ക് മാത്രം ചുരണ്ടി ഓട്ടയാക്കി വെച്ചിരിക്കുന്നത്? അത് ഞാൻ ഉച്ചഭാഗം മാത്രം നന്നായിട്ടും തോർത്തിയതാണ്. എങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും? എല്ലായിടത്തും ഞാൻ വേണ്ടേ? ഇപ്പൊ തന്നെ നോക്ക്, തേങ്ങ ഇറങ്ങിടത്ത് ഞാൻ വരണ്ടേ ഒന്ന്. ഇത് കോൺസെൻട്രേഷൻ പോലെ. അവിയൽ വേകുമ്പോ അതിന്റെ കൂടെ നിൽക്കണം. കൂടെ നിൽക്കാൻ അവിയൽ എന്താ പ്രസവിക്കാൻ കിടക്കണം? അതെ, അവരോട് ചോദിച്ചിട്ട് വേണം എടുക്കാൻ. അതൊക്കെ അത്രേ ഉള്ളൂ. വാഴല വെട്ടണ്ടേ? ഇതാണ് ഞാൻ മേടിച്ച കായപ്പൊടി. ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇത് കായല്ലേ? എടാ, നീ അത് സാമ്പാറിനകത്തോട്ട് ഇട്ടാ ആയിട്ട്. എടാ, അത് പൽപ്പൊടിയാണോ പൊട്ടാ? ഞാൻ പല്ല് വെക്കുന്ന പൊടി. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാം കേട്ടാ. നടപ്പ്